ചങ്കിലക്കാക്കി ഭാഗം 9. ദിവസങ്ങൾ കടന്നു പോകവേ അമ്മാവൻ തിരിച്ചെത്തി. അമ്പലത്തിലെ ഉത്സവം കൂടാനായിരുന്നു വന്നത്. ഉത്സവം അവിടെ വലിയ ആഘോഷമാണ്. 8 ദിവസത്തെ ഉത്സവം. അമ്പലത്തിനടുത്തായതുകൊണ്ട് തന്നെ എല്ലാവരും ആ മേളത്തിലാണ്. എന്നും അമ്പലത്തിൽ പോവുക, ദീപാരാധന നടത്തുക, അങ്ങനെ എല്ലാവരും ചിട്ടയോടെ, സൂക്ഷ്മതയോടെ, അതിലേറെ സന്തോഷത്തോടെ, ഭക്തിയോടെ മുന്നോട്ടു പോയി. അർജുനേട്ടനും ആ കാര്യങ്ങളിൽ തൽപരനായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഉത്സവമേളം എന്നെ എന്റെ ജീവിതത്തിലെ നിഴലാട്ടങ്ങളെ എന്നിലേക്ക് നിറയ്ക്കുന്നു. പ്രത്യേകിച്ചും പുലർച്ചെയുള്ള മണിയടി ശബ്ദം, വൈകിട്ടത്തെ അമ്പലത്തിലെ ശബ്ദങ്ങൾ, വഴിയോര കാഴ്ചകൾ എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. വീട്ടിലും ഞാൻ ഉത്സവങ്ങൾക്ക് പോകാറില്ലായിരുന്നു. ആരും നിർബന്ധിക്കാറുമില്ല. എന്നാൽ ഇവിടെ എല്ലാവരും നിർബന്ധിക്കുന്നു. ബന്ധുക്കൾ പോലും പലരും വീട്ടിൽ വരുന്നു ഉത്സവം കൂടാൻ. രാത്രി പലപ്പോഴും അർജുനേട്ടൻ വല്ലാതെ വൈകുമായിരുന്നു. രാത്രിയെ ഞാൻ വീണ്ടും ഭയന്നു തുടങ്ങിയിരുന്നു. രാത്രിയൊക്കെ ഞാൻ ആ കൊച്ചു വൈകയായിക്കൊണ്ടിരുന്നു. അമ്പലത്തിലെ ഭജനയും മണിയൊച്ചകളും കർപ്പൂരഗന്ധവും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിഴലുകൾ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അർജുനേട്ടൻ വരാൻ വൈകുമ്പോൾ ഞാൻ രുദ്രയോടൊപ്പം കിടക്കാൻ ചെന്നു. പക്ഷേ അമ്മ എന്നെ അനുവദിച്ചില്ല. അതെന്താ, പുതിയ ശീലങ്ങൾ? രുദ്രയ്ക്ക് പഠിക്കാനുണ്ടാവും. മാത്രമല്ല, അർജുനൻ വരുമ്പോൾ തിരക്കില്ലേ? അമ്മാവൻ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു നടക്കാൻ ശീലിച്ചു. എന്നാൽ അമ്മാവനെ ഞാൻ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഭയപ്പെട്ട ഏതോ നിഴലിന് അമ്മാവന്റെ സാദൃശ്യം തോന്നിത്തുടങ്ങിയിരുന്നു. ആ ഇടയ്ക്കാണ് ഉത്സവം കൂടാൻ സുഭദ്രയും ഭർത്താവും വന്നത്. അമ്മയ്ക്കും അമ്മാവനും ഭയങ്കര സന്തോഷമായിരുന്നു. നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ ഭാവം. സുഭദ്രയ്ക്ക് ആവോളം വിളമ്പിക്കൊടുക്കുന്നു. തലമുടിയിൽ എണ്ണ തേക്കാറില്ലേ എന്ന് ചോദിക്കുന്നു. വൈക സൈലന്റ് ആയല്ലോ. കല്യാണത്തിന് കണ്ടതിനേക്കാളും ഒരുപാട് മാറി. സുഭദ്രയാണ്. ആര് മാറി? ഞങ്ങള് മാറി. വൈകയ്ക്ക് ഒരാട്ടവും ഇല്ല. ഇല്ലേ ഓപ്പേ? എന്നെ സഹതാപത്തോടെ നോക്കി അമ്മാവൻ വിരോധാഭാസത്തിൽ പറഞ്ഞു. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ, അതിന്റെ ഒരു പക്വതയില്ലായ്മ, അത്രേ ഉള്ളൂ. അമ്മയുടെ വിശദീകരണം. എനിക്ക് മറുപടി പറയാൻ തോന്നിയില്ല. കാരണം കാതുകളിൽ മുഴങ്ങുന്നത് ഒരു മണിയൊച്ച മാത്രമാണ്. അതിനിടയിലൂടെ മാത്രമേ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുള്ളൂ. ഞാൻ തിരിച്ചു മുറിയിലേക്ക് പോയി. അന്ന് അവസാന ദിവസമാണ് ഉത്സവത്തിന്റെ. നേരം വെളുക്കുവോളം എല്ലാവരും അമ്പലത്തിലാണ്. വൈകിട്ട് താഴെ ആരൊക്കെയോ ബന്ധുക്കൾ വരുന്നു. സംസാരം കേൾക്കാം വിദൂരതയിലെവിടെയോ. ഞാൻ വാതിലും ജനലും അടച്ചുമൂടി കിടന്നു. പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. വസ്ത്രങ്ങൾ പോലും ശരീരത്തിൽ എഴുന്ന പോലെ. മണിയൊച്ച വല്ലാതെ കൂടുന്നു. പെട്ടെന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം. താഴെ ചെല്ലാനാവും. നേരത്തെയും ആരോ വാതിലിൽ മുട്ടിയിരുന്നു. എനിക്ക് വയ്യ. ഞാൻ എഴുന്നേറ്റില്ല. ഇപ്പോൾ വീണ്ടും വീണ്ടും ശക്തിയായി മുട്ടുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഗത്യന്തരമില്ലാതെ ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അർജുനേട്ടനാണ്. എന്നെ സംശയത്തോടെ നോക്കുന്നു. എന്താ? അതെന്നാ ഞാനും ചോദിക്കുന്നേ. എന്താ? താൻ എന്താ താഴേക്ക് വരാത്തെ? അകത്തോട്ട് കയറിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്താ? എനിക്ക് പോലും അറിയില്ലല്ലോ. ഞാൻ എന്തിനാ വരുന്നേ? നിങ്ങളുടെ എല്ലാവരുടെയും സുഭദ്ര ഉണ്ടല്ലോ അവിടെ. നല്ല പക്വതയും അടക്കവും ഒതുക്കമുള്ള സുഭദ്ര. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു വന്ന് കട്ടിലിൽ കിടന്നു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല. എന്റെ മനസ്സിൽ പോലും സുഭദ്ര ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് തലവേദനിക്കുന്നുണ്ടായിരുന്നു. മണിയൊച്ച അകലുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എനിക്കരികിൽ അർജുനേട്ടൻ ഇരുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയിരുന്നു. ഞാൻ മുഖത്ത് നോക്കാതിരുന്നു. ഒന്നും മിണ്ടുന്നില്ല. നോക്കിയില്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു ആ കണ്ണുകൾ എന്നിലാണെന്ന്. എനിക്ക് വല്ലാതെ വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ അർജുനേട്ടന്റെ മുന്നിൽ അണിഞ്ഞ മുഖം മൂടി അഴിഞ്ഞു വീഴുമോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നും പറയാറില്ലേ, ഈ വൈകലക്ഷ്മി ഒരു കള്ളിയാണെന്ന്. ഇപ്പോൾ ഞാൻ പിടിക്കും കേട്ടോ ഈ കള്ളിയെ. എന്റെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ ആ മുഖം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകൾ നേരിടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് എനിക്ക് തോറ്റു തരല്ലേ എന്റെ വൈകാശി. എഴുന്നേറ്റേ. ഞാൻ മൗനത്തിന് കൂട്ടുപിടിച്ചു. ഒപ്പം എന്നിൽ നിന്നകന്ന് ആ മണിയൊച്ചയെ ഓർത്ത് ആശ്വസിച്ചു. അർജുനേട്ടൻ എഴുന്നേറ്റ് അലമാര തുറന്ന് ഒരു കവറെടുത്ത് എന്റെ മടിയിൽ വെച്ച് തന്നു. ഈ പക്വതയും അടക്കവും ദുഃഖം ഇല്ലാത്ത ഒരു പെണ്ണ് സെറ്റും കൊണ്ടുകൊടുത്ത എങ്ങനെ ഉണ്ടാവും? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ, ചിലപ്പോൾ ചേർന്നാലോ. ഞാൻ അതിശയത്തോടെ നോക്കി. പെട്ടെന്ന് തന്നെ ആ കവർ തുറന്നു നോക്കി. നല്ല വീതി കസവുകരയുള്ള സെറ്റും മുണ്ടും. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അർജുനേട്ട എനിക്കായി വാങ്ങിയതാണോ? ഞാൻ തെല്ല സംശയത്തോടെ ചോദിച്ചു. അതെ എന്ന് കണ്ണടച്ച് പറഞ്ഞു. ഞാൻ തിരിച്ചു മറിച്ചു നോക്കി. എന്നെ തന്നെ നോക്കിയിരിക്കുന്ന അർജുനേട്ടനെ നോക്കി. അർജുനേട്ടൻ ഏത് നിറത്തിലെ ഷർട്ടാണ് ഇടുന്നത്? ഞാൻ അതിന് ചേരുന്ന ബ്ലൗസ് ഇടാം.
ഞാൻ ആവേശത്തിൽ പറഞ്ഞു. അമ്മാതിരി കോപ്രായത്തിനൊന്നും എന്നെ കിട്ടില്ല മോളെ, വേഗം ഒരുങ്ങാൻ നോക്ക്, ഞാൻ താഴെ കാണും. അർജുനേട്ടൻ പുറത്തേക്ക് പോയി. ഞാൻ ആ സാരി നെഞ്ചോട് ചേർത്തു. ഭയന്ന് വിറച്ചിരുന്ന വൈഗ എങ്ങോ പോയി മറഞ്ഞു. വേഗം ഒരുങ്ങി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ സുഭദ്രയുടെ അടുത്ത് വരില്ലെങ്കിലും ആ വേഷം എനിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. മുടി ചെറുതായി ഒതുക്കി അഴിച്ചിട്ടപ്പോൾ സുഭദ്രയുടെ തലക്കെട്ട് പോലെ തോന്നി. അപ്പോൾ അർജുനേട്ടൻ പറഞ്ഞത് ഓർമ്മ വന്നു. ഈ പക്വതയും അടക്കവും ഒതുക്കവും ഇല്ലാത്ത ഒരു പെണ്ണ് സെറ്റും മുണ്ട് ഉടുത്താൽ എങ്ങനെയുണ്ടാവും? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ, ചിലപ്പോൾ ചേർന്നാലോ. ഒരു ചെറുചിരിയോടെ മുടി എന്നത്തെയും പോലെ അഴിച്ചിട്ടിറങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ തേടിയത് അർജുനേട്ടനെ ആയിരുന്നു. പക്ഷേ അർജുനേട്ടൻ പുറത്തു പോയിരുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾക്കൊപ്പം സുഭദ്രയും ഉണ്ടായിരുന്നു. അമ്മയുമായി കൃഷ്ണേച്ചിയുമായി സംസാരിച്ച് മന്ദം മന്ദം നടന്നു വരുന്ന സുഭദ്രയുടെ ഓരോ ചുവടിനും മനോഹരമായ താളമുണ്ട്. ഞാൻ എന്നെ നോക്കി. എന്ത് വേഗത്തിലാണ് ഞാൻ നടക്കുന്നത്. അർജുനേട്ടന് സുഭദ്രയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അമ്മയും അമ്മാവനും ഒരുപാട് സന്തോഷിച്ചേനെ. അർജുനേട്ടനും. ആ ചിന്ത പോലും എന്നിൽ ഒരു നുള്ളു വേദന സമ്മാനിച്ചു. അനുഭവയോഗം ഏട്ടത്തിക്ക. രുദ്രയാണ്. ഞാൻ അവളെ ചോദ്യഭാവത്തിൽ നോക്കി. അർജുനേട്ടനും സുഭദ്രേച്ചിയും ഒന്നിക്കണമെന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ പെങ്ങളാ സുഭദ്രേച്ചിയുടെ അമ്മ. അമ്മാവന് ഇഷ്ടമല്ലായിരുന്നു അച്ഛന്റെ വീട്ടുകാരെ. അമ്മയെ ഒത്തിരി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അർജുനേട്ടന്റെ ഇഷ്ടം അമ്മയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ അമ്മ വിവാഹാലോചനയായി ചെന്നു. സുഭദ്രേച്ചിയുടെ അച്ഛന് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അമ്മയുടെ സ്വഭാവം കൊണ്ടാണ് അച്ഛൻ ഓടിപ്പോയതെന്നും മറ്റും പറഞ്ഞ് അപമാനിച്ചു. അമ്മാവനും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ എന്റെ മോന് നിങ്ങളുടെ മോളെ വേണ്ടാന്നും പറഞ്ഞ് അമ്മ അവിടുന്ന് ഇറങ്ങി. അമ്മ ഏട്ടനോട് പറഞ്ഞു, അച്ഛനെ പോലെ നിനക്കും അമ്മയെ തോൽപ്പിക്കണമെങ്കിൽ ആവാന്ന് പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം സുഭദ്രേച്ചിയുടെ വിവാഹം നടന്നു. ഞങ്ങളെ മാത്രം ക്ഷണിച്ചില്ല. പിന്നെന്താ, പതുക്കെ പതുക്കെ ബന്ധുക്കൾ ഒന്നായി. ഏട്ടനും സുഭദ്രേച്ചിക്കും പിരിയേണ്ടിയും വന്നു. ഒരുപാട് വേദനിച്ചിരുന്നു രണ്ടുപേരും. ഇത്രയും സ്നേഹിച്ചിട്ടും പിരിയേണ്ടി വന്നില്ലേ. രുദ്രയിൽ നിന്നറിഞ്ഞ കാക്കിയുടെ പ്രണയകഥ എന്നെ ചൊടിപ്പിച്ചു. എത്ര സ്നേഹിച്ചിട്ട്? അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്നവരൊന്നിക്കുമായിരുന്നു. രുദ്ര, നമ്മൾ ഒരാളെ നമ്മൾക്കു മേൽ സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ സെക്കൻഡ് ചോയ്സ് ഉണ്ടാവില്ല. ആ സ്നേഹം അത്രയും ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ചോയ്സായി ഞാനും സൂര്യചേട്ടനും എത്തിയത്. രുദ്ര എന്നെ അത്ഭുതത്തോടെ നോക്കി. ഏട്ടത്തിയുടെ ജീവിതത്തിൽ എന്റെ ഏട്ടൻ സെക്കൻഡ് ചോയ്സ് ആണോ? ആണെങ്കിൽ സാരയില്ല, ഹി ക്യാൻ ബി യുവർ ബെസ്റ്റ് ചോയ്സ്. ഞാൻ അവളെ നോക്കി ചിരിച്ചു. ഒപ്പം പ്രണയിക്കാൻ കൊതിക്കുന്ന എന്റെ മനസ്സിനെ ശാസിച്ചു. എന്റെ ശാസനകളും മുൻധാരണകളെയും താക്കീതിനെയും കാറ്റിൽ പറത്തി കാക്കിക്കൊപ്പം നിൽക്കുന്ന ആ മനസ്സിനെ ഞാൻ കടിഞ്ഞാണിട്ടു. കാരണം വൈഗ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നവളല്ല. ആൾക്കൂട്ടത്തിൽ മിതുവാണ് അർജുനേട്ടനെ ആദ്യം കണ്ടത്. ഒരുപാട് നേരം ഞാൻ നോക്കി നിന്നു. ആ കണ്ണുകൾ ഇങ്ങോട്ട് വന്നതേയില്ല. ഒടുവിൽ സുഭദ്രയും അമ്മയും നിന്ന ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു. ചെറിയ കുശുമ്പ് തോന്നാതിരുന്നില്ല. സുന്ദരിയായ സുഭദ്രയെ കണ്ടു ആൾക്കൂട്ടത്തിനിടയിലും. എന്നെ കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ എങ്ങനെ കാണാനാ? പൊക്കോ ഇല്ല, അത്ര ആകർഷണീയതയില്ല. ഞാനും രുദ്രയും മിതുവും ചുറ്റമ്പലത്തിൽ നിന്നു. മിതുവിനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലവും മണിയൊച്ചകളും എന്നെ വീണ്ടും ആ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയോര കച്ചവടക്കാർക്കരികിലേക്ക് നീങ്ങി. മിതുവിനു വേണ്ടിയും രുദ്രയ്ക്ക് വേണ്ടിയും ഞാൻ എന്തൊക്കെയോ പരതി നോക്കി നിന്നു. ഏട്ടൻ? രുദ്ര പിന്നിൽ നോക്കി പറഞ്ഞപ്പോൾ കണ്ടു ഞങ്ങൾക്കരികിലേക്ക് നടന്നു വരുന്ന അർജുനേട്ടനെ. ഞാൻ ഓർത്തു മൂന്നും ഇവിടെ ഉണ്ടാവുമെന്ന്. എന്തൊക്കെയാ വേണ്ടത്? രുദ്രയും മിതുവും എന്തൊക്കെയോ വേണമെന്ന് പറയുന്നു. അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ശ്രദ്ധയോടെ അവരെ തന്നിലേക്ക് ചേർത്ത് നിർത്തി സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ നോക്കി നിന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ഇയാൾക്കൊന്നും വേണ്ടേ? എന്നോടാണ്. ഞാൻ ചെറുചിരിയോടെ ഒന്നും വേണ്ട എന്ന് തലയാട്ടി. രുദ്രയും മിതുവും മുന്നിലായി നടന്നു. തൊട്ടുപിന്നിൽ ഞങ്ങൾ. ആൾത്തിരക്കെത്തുമ്പോൾ രുദ്രയെയും മിതുവിനെയും ചേർത്ത് പിടിക്കുന്നത് പോലെ എന്നെയും ചേർത്ത് പിടിക്കുന്ന അർജുനേട്ടനെ ഞാൻ നോക്കിയില്ല. കാരണം എന്റെ കണ്ണുകളിൽ തെളിയുന്ന പ്രണയം അർജുനേട്ടൻ കാണരുത് എന്ന് തോന്നി. അമ്മയ്ക്കും കൃഷ്ണേച്ചിക്കും അരികിൽ ഞങ്ങളും വന്നു. സുഭദ്രയും അപ്പച്ചിയും അമ്മാവനും അങ്ങനെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. അതെ, കുഞ്ഞിനെ ശ്രദ്ധിക്കൂട്ടോ, കൃഷ്ണയോടായി പറഞ്ഞു. പിന്നെ കൂട്ടുകാരോടൊപ്പം മുന്നോട്ട് നടന്നു. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി. സുഭദ്രയല്ലാട്ടോ, എന്നെ നോക്കിയതാ. ഞാൻ സുഭദ്രയ്ക്കരികിലേക്ക് നീങ്ങി നിന്നു. നോക്കുന്നയാൾക്ക് ഒരു സൗകര്യം ആയിക്കോട്ടെ. കുസൃതിയോടെ എന്നെ നോക്കി കണ്ണു ചിമ്മി. ഞാൻ തിരിച്ചു. എന്നിലും വിരിഞ്ഞിരുന്നു ഒരു നേരിയ ചിരി. സുഭദ്ര എന്നെ നോക്കി. ആ കണ്ണുകളിൽ എന്ത് ഭാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിളക്കെടുപ്പും ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഒപ്പം അല്പം മാറി കഥകളിയും മറ്റും അരങ്ങേറുന്നു. അർജുനേട്ടൻ തിരക്കുകളിലേക്ക് പോയിരുന്നു. എനിക്ക് ചുറ്റും കലപില സംസാരിക്കുന്ന അമ്മയും രുദ്രയും ബന്ധുക്കളും. എന്നോട് കിന്നരിക്കുന്ന മിതുക്കുട്ടി. ഒപ്പം ഈ ശബ്ദങ്ങൾക്കെല്ലാം മേലെ മണിയൊച്ച കാതുകളിൽ മുഴങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒച്ച കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു. തലവേദനിക്കുന്ന പോലെ. രാത്രി ഏറെ ആയിരിക്കുന്നു.
നിഴലുകളും എന്നെ തേടിയെത്തുന്നുണ്ടായിരുന്നു. ആരോടും അധികം സംസാരിക്കാതെ മാറിയിരിക്കുന്ന വൈഗ എനിക്ക് അത്ഭുതമായിരുന്നു. ചിലപ്പോൾ സുഭദ്ര വന്നപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും അതൊക്കെ ഇവൾക്ക് ഇത്രയും വിഷമമുണ്ടാക്കുമോ? ആ മുഖത്ത് ചിരിയില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഭയമാണ് ആ മുഖത്ത്, വല്ലാത്തൊരു ഭാവം. രുദ്രയോട് പോലും സംസാരിക്കുന്നില്ല. അമ്പല കമ്മിറ്റിയിലുള്ളതുകൊണ്ട് തന്നെ തിരക്കായിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഥകളി ആരംഭിച്ചപ്പോൾ ഞാൻ കണ്ടു വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്ന വൈഗയെ. കഥകളി പൊടി പൊടിക്കുമ്പോഴും അവളുടെ വെപ്രാളം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അസ്വസ്ഥതയോടെ ചെവി പൊത്തുന്ന വൈഗ. ഇടയ്ക്കിടയ്ക്ക് അവൾ തല വെട്ടിക്കുന്നുണ്ട്. അവളുടെ മുഖത്തെ ഭാവം ഒരിക്കലും പരിചിതമല്ല. പെട്ടെന്നവൾ കൃഷ്ണയോട് എന്തോ ചോദിക്കുന്നു. എന്തോ അവളോട് പറയുന്നു. അസ്വസ്ഥതയോടെ തിരിച്ചു വരുന്നു. ദേഷ്യത്തോടെ മുടിയിഴകളിലൂടെ വിരലോടിക്കുന്നു. അവളുടെ അസ്വസ്ഥത എന്നിലേക്ക് പടരുന്നത് പോലെ തോന്നി. വിശാലേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നീ ഒന്ന് ഇവിടുത്തെ കാര്യമൊന്ന് നോക്കിയേക്ക്. അവന്റെ മറുപടിക്ക് പോലും കാക്കാതെ ഞാൻ അവൾക്കരികിലേക്ക് എത്തുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണ, വൈഗ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഏട്ടാ. അവളും രുദ്രയും ചുറ്റും നോക്കി. അവളുടെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്നോട് മിഥുവിനെക്കുറിച്ച് ചോദിച്ചു വഴക്കുണ്ടാക്കിയതേ ഉള്ളൂ. എന്തിനാ മോളെ വീട്ടിൽ വിട്ടതെന്ന്. ഞാൻ പറഞ്ഞു അമ്മാവനോടൊപ്പമാണ് വിട്ടതെന്ന്. ഏട്ടത്തി ചിലപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാവും ഏട്ടാ. ആ, ഞാൻ നോക്കാം. ഞാൻ അവരെ കടന്ന് മുന്നോട്ട് പോയി. ബുള്ളറ്റിന്റെ ചാവി വിശാലിന്റെ കയ്യിലായിരുന്നു. വീട്ടിലേക്ക് ഞാൻ ഓടുകയായിരുന്നു. കാരണം ഓടുന്ന വഴികളിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു വൈഗയുടെ ഭയന്ന മുഖം അത്രയ്ക്ക് ഉള്ളിൽ പതിഞ്ഞു പോയിരുന്നു. ഇന്നല്ല, ഞങ്ങളുടെ ആദ്യ രാത്രി മുതൽ. ഓടുന്ന വഴികളിൽ ഞാൻ കണ്ടു അവളുടെ ചെരുപ്പ്. വീടിന് മുന്നിലെത്തുമ്പോൾ കണ്ടു തള്ളിത്തുറന്നിരിക്കുന്ന ഗേറ്റ്. അകത്തെ വാതിലിൽ ഒരു ഭ്രാന്തിയെപ്പോലെ കൈമുറുക്കി ഇടിച്ചുകൊണ്ടിരിക്കുന്ന വൈഗയെ. പെട്ടെന്ന് വിളക്കുകൾ തെളിഞ്ഞു. അമ്മാവൻ വാതിൽ തുറന്നു. എന്താ കുട്ടിയേ? വൈഗ അമ്മാവനെ തള്ളിമാറ്റി അകത്തേക്ക് കടന്നു. ഓടി അയാളുടെ മുറിയിലേക്ക് പോയി. അമ്മാവൻ പകച്ച് എന്നെ നോക്കി. എന്താ അർജുന ഇത്? ഞാനും അമ്മാവനെ കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു വൈഗ അമ്മാവന്റെ മുറിയിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന മിഥുവിനെ എടുത്തുകൊണ്ടുവരുന്നു. അവളുടെ മുഖം വിയർത്ത് ചുവന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഡോ, താൻ എന്താടോ കൊച്ചിനെ ചെയ്തേ? കൃഷ്ണ, ഇതെന്താ ഈ കുട്ടി പറയണേ? മോനെ അർജുന. എന്റെ കണ്ണുകൾ വൈഗയുടെ മേലെയായിരുന്നു, അവളുടെ രൗദ്രഭാവത്തിൽ. ഡോ, തന്റെ കുപ്പായ എവിടെടോ? കുഞ്ഞിന്റെ ഉടുപ്പ് എവിടെ? ഇതൊക്കെ മാറ്റി താൻ എന്താണ് ഇവിടെ ചെയ്തേ? സത്യം പറയടോ. തന്നെ ഞാൻ എന്നും പറഞ്ഞ് അടുത്തിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് അയാളുടെ നേരെ വീശാൻ പോയ വൈഗയെ ഞാൻ പിടിച്ചു മാറ്റി. ഫ്ലവർ വൈസ് ബലമായി പിടിച്ചു വാങ്ങി. അമ്മാവൻ ഓടി മുറിയിൽ കയറി വാതിലടച്ചു. മിതു ഉണർന്ന് കരയാൻ തുടങ്ങി. ഞാൻ വൈഗയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ വൈഗ? അവൾ എന്നെ നോക്കി. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. അമ്മാവന്റെ മുറിയിലേക്ക് ചെന്ന് അവൾ വാതിലിൽ അടിച്ചുകൊണ്ടിരുന്നു. ഡോ, തന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ല, ഞാൻ വിടില്ല, നോക്കിക്കോ. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ എന്നിൽ നിന്നും മിതുവിനെ വാങ്ങി മുറിയിലേക്ക് പോയി. ഗോവണി കയറുമ്പോഴും അവളുടെ പുലമ്പലുകൾ എനിക്ക് കേൾക്കാമായിരുന്നു. ഉമ്മറത്തെ വാതിലടച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു മിതുവിനെ പുതപ്പിച്ച് ഒപ്പം ഇരുന്ന് തട്ടിയുറക്കുന്ന വൈഗയെ. എന്തൊക്കെയോ ആ അധരങ്ങളിൽ മൊഴിയുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, അമ്മയുണ്ട്. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മുറിയിൽ നിന്നും മുഖപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ അവളോട് പറഞ്ഞ ഈ ചിരിക്കുന്ന വൈഗയ്ക്കുള്ളിലെ വൈഗയെ ഞാനിന്ന് കണ്ടുപിടിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആൾ ഇതല്ല എന്ന് മാത്രം. പക്ഷേ ആ ഭയന്ന കണ്ണുകളും നിറയുന്ന കണ്ണുകളും എന്നും അർജുനന് മാത്രം സ്വന്തമാണ്. പെട്ടെന്നാണ് മൊബൈൽ ശബ്ദിച്ചത്. കൃഷ്ണയാണ്. ഏട്ടാ, വൈഗയെ കണ്ടോ? വീട്ടിലുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാതുകളിൽ വിറച്ചുകൊണ്ട് പുലമ്പുന്ന വൈഗയുടെ ശബ്ദമാണ്. ഏട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? ആ ചോദ്യത്തിനുള്ള മറുപടിക്ക് എനിക്ക് ആലോചിക്കേണ്ടി പോലും വന്നില്ല. വേണ്ട വേണ്ട, നിങ്ങൾ മെല്ലെ വന്നാൽ മതി. എല്ലാവരും ഉണ്ടല്ലോ, വൈഗ ഇവിടെ ഉണ്ട്. ഫോൺ വെച്ചിട്ട് ഞാൻ വീണ്ടും മുറിയിലേക്ക് ചെന്നു. പുതപ്പ് മാറ്റി മിഥുവിന്റെ പെറ്റിക്കോട്ട് പൊക്കി പരിശോധിക്കുന്ന വൈഗയാണ് കാണുന്നത്. അയാൾ വീണ്ടും വരും, വീണ്ടും വരും എന്ന് പുലമ്പുന്നു. വല്ലാതെ അവൾ കിതയ്ക്കുന്നുണ്ട്. ഞാൻ വേദനയോടെ അവളെ നോക്കി. മോൾക്കൊന്നുമില്ല വൈഗ, നീ എത്തിയല്ലോ. അവൾ പെട്ടെന്ന് കുഞ്ഞിനെ പുതപ്പിച്ചു. ആ, പക്ഷേ അയാൾ വരും, വരും അർജുനേട്ടാ, വരും, വരും, മൃഗമാണ്. അതും പറഞ്ഞ് അവൾ മിഥുവിനരികിൽ ചേർന്നിരുന്നു. വരും, വരും. ആ അധരങ്ങൾ മുഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവളുടെ നെറുകയിൽ തലോടി. ആരും വരില്ല വൈഗ, ഞാനുണ്ടല്ലോ. അവൾ എന്നെ നോക്കി ഏറെ നേരം. പോവില്ലേ? ഇല്ല, പോവില്ല. അത് കേട്ടിട്ടും അവൾ എന്നെ നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വരും, ആരുമില്ലാത്തപ്പോ ഇരുട്ടത്ത് പാത്ത് പാത്ത് വരും, എനിക്കറിയാം. എന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ വിറയാർന്ന ശബ്ദത്തിൽ അവൾ അത് തന്നെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു.
ഞാൻ അവളെ ആദ്യമായി നെഞ്ചോട് ചേർത്തു വാത്സല്യത്തോടെ. എന്നിലപ്പോൾ നിറഞ്ഞത് പ്രണയമായിരുന്നോ? അല്ല, എനിക്കറിയില്ല എന്താണെന്ന്. ഒന്നറിയാം, ഈ വൈകാശിയിലാണ് എൻ്റെ സ്വർഗം. ആ നെറുകയിൽ ആദ്യമായി അധരങ്ങൾ ചേർക്കുമ്പോൾ എന്നെ തന്നെ നോക്കിയ കണ്ണുകൾ നിറഞ്ഞു കവിയുകയായിരുന്നു. ഞാൻ അവളെ പുണരുന്നതിൻ്റെ 100 മടങ്ങ് ശക്തിയോടെ ആ കരങ്ങളും എന്നെ പുണർന്നിരുന്നു. വരും, അയാൾ വരും, എനിക്ക് പേടിയാ. നിമിഷങ്ങൾ കഴിയുന്തോറും ശക്തിയോടെ എന്നോട് ചേർന്നതല്ലാതെ അവൾ മാറിയിരുന്നില്ല. ഒരിക്കലും ചാരാൻ ഒരു ചുമല് പോലും കിട്ടാത്തവളുടെ ശക്തി, നിസ്സഹായത, വേദന, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാന്ത്വനം, സുരക്ഷിതത്വം. ആ നിമിഷങ്ങൾ എനിക്ക് വിലപ്പെട്ടതായിരുന്നു. നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവളെ ഞാൻ ബലമായി പിടിച്ചു മാറ്റി. വൈക കിടന്നോളൂ, ഞാൻ പുറത്തുണ്ട്. നിഷേധാർത്ഥത്തിൽ തലയാട്ടിയവളെ ഞാൻ നിർബന്ധിച്ച് കിടത്തി. വാതിൽ പുറത്തുനിന്നും അടച്ചു. ഞാൻ താഴെ അമ്മാവന്റെ മുറിയിലേക്ക് ചെന്ന് വാതിലിൽ തട്ടി. ആളനക്കമുണ്ടെങ്കിലും വാതിൽ തുറന്നില്ല. ഞാനാ, വാതിൽ തുറക്കമ്മാവാ. നിമിഷ നേരങ്ങൾക്കകം വാതിൽ തുറന്നു. എന്റെ പിന്നിലേക്ക് അങ്കലാപ്പോടെ നോക്കി. ആരെയാണ് നോക്കിയതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കുറുകെ വെച്ച കൈമാറ്റി അകത്തേക്ക് കടന്നു. മുറി ആകമാനം നോക്കി. കസേരയിലായി മിഥുവിന്റെ പട്ടുപാവാട കിടപ്പുണ്ട്. തൊട്ടടുത്ത് ഒരു കൊച്ചു ബാഗിൽ വസ്ത്രങ്ങൾ പകുതി നിറച്ചിരിക്കുന്നു. ആ പെണ്ണിന് ഭ്രാന്താണ്. ഓപ്പോ ഒന്ന് വന്നോട്ടെ, നമുക്കീ ബന്ധം വേണ്ട അർജുന. അമ്മാവനാണ്. ഞാൻ പുള്ളിയെ ആകെ ഒന്ന് നോക്കി. എന്താ ഇപ്പൊ ബനിയനൊക്കെ ഇട്ടിരിക്കുന്നേ? നേരത്തെ ഒറ്റമുണ്ട് മാത്രമല്ലേ ധരിച്ചിരുന്നത്? ഒന്ന് ഞെട്ടി എന്നെ നോക്കി. ഞാൻ ഇരുകൈ കെട്ടി മേശയിൽ ചാരി നിന്നു. നീ എന്താ അർജുന, പോലീസുകാരെ പോലെ? അതൊക്കെ ഈ കുടുംബത്തിന് പുറത്ത്. നിനക്കാ ഭ്രാന്തി പറയുന്നതാണോ വേദവാക്യം? നീ പോയി നോക്ക്, ആ കൊച്ചിനെ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് തെളിയിക്ക്. അവൾക്ക് ഭ്രാന്താണ്. കുറച്ച് ദിവസമായി അവൾ എൻ്റെ പിന്നാലെ കൂടിയിട്ട്. അവളുടെ മനസ്സിലാണ് ഇരുട്ട്. ഓപ്പയോട് ഞാൻ പറയട്ടെ, ഇനി ഒരു നിമിഷം ഞാൻ അവളെ ഈ കുടുംബത്തിൽ വെച്ച് വാഴിക്കില്ല. ഇത്രയും ആയപ്പോൾ അമ്മാവൻ്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്തു ഞാൻ. നാഭിക്ക് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.